കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ യേശു കർത്താവ് വിളിച്ചു പറയുന്നു, യേശു കർത്താവ് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കാത്ത, യേശുവിനാൽ സ്വാതന്ത്ര്യം ലഭിക്കപ്പെടാത്ത ആ പ്രിയപ്പെട്ടവരൊക്കെ അവർ അടിമത്തത്തിലാണ്. അടിമത്തത്തിലെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ചിലപ്പോൾ സ്വഭാവ ദൂഷിത്വത്തിൻ്റെ അടിമത്തത്തിലാകാം, ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലാകാം, ചിലപ്പോൾ സാമ്പത്തിക കടഭാരത്തിൻ്റെ അടിമത്തത്തിലാകാം, ചിലപ്പോൾ അങ്ങനെ വിവിധങ്ങളാകുന്ന, ചിലപ്പോൾ അനാരോഗ്യത്തിൻ്റെ അടിമത്തത്തിലാകാം. അങ്ങനെ പല വിധത്തിലുള്ള അടിമത്തം അനുഭവിക്കുന്നവരാണ് മനുഷ്യരൊക്കെയും. എന്നാൽ യേശുവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെയും യേശു കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും സ്വതന്ത്രരായിരിക്കണം, നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം അനുഭവിക്കണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായി തീരാൻ കർത്താവ് ഇന്ന് രാവിലെയും നമ്മളെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങളിന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ അടിമത്തത്തിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് യേശു കർത്താവിന് നിങ്ങളോട് പറയാനൊരു സദ്വർത്തമാനമുണ്ട്. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു രോഗത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഭാരമാണെങ്കിൽ, കുടുംബജീവിതത്തിൻ്റെ പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിടുവിക്കാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളെ വിടുവിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും, നിങ്ങൾ ഒത്തിരി പലയിടത്തും ആശ്രയിച്ചിട്ടും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും, ഇന്ന് രാവിലെ യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എനിക്ക് ആ സ്വാതന്ത്ര്യം വേണം, യേശു കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം വേണമെന്ന് ആരാണോ യേശുവിനോട് പറയുന്നത്, അവർക്ക് ഇന്ന് കർത്താവ് സ്വാതന്ത്ര്യം തരും. കർത്താവ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു തരുന്ന സ്വാതന്ത്ര്യം ഫ്രീ ആണ്, അതിന് വില മുടക്കില്ല, അതിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ഫ്രീ ആയി യേശു നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ആ യേശുവിനോട് പറയാം, യേശുവേ, എനിക്ക് അവിടുന്ന് തരുന്ന ആ സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ, ആ വിടുതലിൻ്റെ, ഒരു സൗഖ്യത്തിൻ്റെ ഒരു ദിവസമാക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ അടിമത്തം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് ഞങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ കർത്താവ് ഇടയാക്കണം. യേശുവിൻ്റെ സാക്ഷാൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് തരുന്ന ആ നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകാൻ കർത്താവ് ഇടയാക്കട്ടെ.